ഹായ് ഓൾ, ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു 5:13 കേട്ടോ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രാവിലെ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസി ലൈഫിൽ കുറച്ചൊക്കെ നമ്മൾ ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക സെൽഫ് കെയറിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് വേണം അല്ലേ. എപ്പോഴും തിരക്ക്, എപ്പോഴും ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മളേതായ ബോഡി കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ആ ഒരു ബിസി ലൈഫിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഉഷാറുണ്ടാവില്ല. പിന്നെ നമുക്ക് ബോഡി നല്ലോണം വീക്കായിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിക്കലും എല്ലാം കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്യില്ല. കുറച്ച് ദിവസമൊക്കെ ചെയ്യും, പിന്നെ മടിയായിരിക്കും. പിന്നെ ഈ വർക്കിൻ്റെ തിരക്കിൽ അത് അങ്ങോട്ട് വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ജിമ്മൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വർക്ക് ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടുക. നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. അതുപോലെ ഇപ്പം ഞാൻ പോണടുത്ത് ലേഡീസാണ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഞാനും ഫ്രണ്ടും കൂടിയാണ് ഇപ്പോൾ വർക്കൗട്ടിന് പോവാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇക്കാൻ്റെ കൂടെയാണ് കേട്ടോ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ കൂടെ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫെല്ലാം വാങ്ങിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് ഒരു വർക്കേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിറ്റേ ദിവസം എന്താ പറയുക ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഫാമിലിയിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞ് കിച്ചണിലെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഇത് ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു ഉള്ളിൽ പനിയുള്ള പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ വർക്ക് കൂടി ചെയ്യാനുണ്ടല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ വൈകിട്ടാണ് ഈ കേക്ക് കൊടുക്കാനുള്ളത്. ഒരു മഗ്‌രിബിക്കൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6:30 ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിൻ്റെ വർക്കാണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. പിന്നെ മറ്റേ ഹാമ്പർ വർക്ക് ഇക്ക കൂടി വന്നിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യട്ടെ. അതിൻ്റെ മുന്നായിട്ടുള്ള സെറ്റ് ചെയ്യാനുള്ളത് മാത്രമേ ചെയ്തു വെക്കുള്ളൂ. അപ്പോൾ 1 kg കേക്കിൻ്റെ മുകളിലായിട്ട് ഞാനിതൊരു ബെല്ല തീമിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ഫോട്ടോ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഫ്രോക്ക് ചെയ്തതിൽ ചെറിയൊരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ റീലായിട്ടും ഷോർട്സായിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാര്യങ്ങളെല്ലാം പറയാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫോണ് താഴെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഇക്ക വന്നതിൻ്റെ ശേഷം ഹാമ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതിപ്പോൾ മൂത്തച്ഛൻ്റെ മക്കൾ കൂടി വന്നിട്ടുണ്ട്. അവരും ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ചെയ്യാണ്. പിന്നെ എന്താ പറയുക സ്പഞ്ച് ഇരിക്കുന്നത് നമുക്ക് കേക്ക് വേറെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഓരോ വർക്കായിട്ട് ചെയ്യണുണ്ട്. ഞാൻ കേക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. കുറേയൊക്കെ ഞാൻ ചെയ്തതിൻ്റെ ശേഷം ബാക്കി ചെയ്യാനുള്ളതാണ് ഇപ്പോൾ അവർ ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇത്രയും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മറ്റേ ചോക്ലേറ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക കിഴി കെട്ടണ പോലെ ചെയ്യാനുണ്ട്. അത് അവർ ചെയ്തോളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക അപ്പോൾ ഇത്രയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അന്നത്തെ ദിവസം നൈറ്റിലൊക്കെ കുറേ ലേറ്റായിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇതെല്ലാം ചെയ്യലും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മളിവിടെ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഫ്ലോറൽ ഡിസൈനാണ്, സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഫ്ലവറും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ നൈഫ് സെയിം വെച്ചിട്ട് തന്നെ ഗ്രീൻ കളറിൽ ലീഫ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലിലാക്ക് മിക്സിങ് ആയിട്ടുള്ള കളറായിട്ട് ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് എൻഗേജ്മെൻറ്റിൻ്റെ ഹാമ്പറിൻ്റെ സെറ്റിൻ്റെ കൂടെ കൊടുക്കാനുള്ള കേക്ക്. അത് 2 ടയർ അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കേക്ക് അതിൽ കുറച്ചുകൂടി ക്രീം ചേർത്തിട്ട് ഒന്നുകൂടി ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് ആ കേക്കിൻ്റെ ക്രീം ബാക്കിയുള്ളതിൽ കുറച്ചുകൂടി ചേർത്തിട്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു കേക്ക് 1.5 kg ടോൾ കേക്കാണ്.
ഇത് 6 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 കേക്ക് ആണ് പുറത്തേക്കുള്ള ഡെലിവറി ആയിട്ട് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഹാമ്പറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു 2 ടയർ കേക്കുമാണ് കേട്ടോ. അപ്പോൾ 2 കേക്കും ഫോട്ടോ എടുത്ത് അതുപോലെ പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിട്ടു. പിന്നെ അതിൻ്റെ ശേഷം ഹാമ്പറെല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന അത്രയും ഹാമ്പറിൻ്റെ സെറ്റ് ചെയ്താൽ എത്രയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആ ഒരു കിഴി കെട്ടിയതൊക്കെ പിന്നെ മൂത്തച്ഛൻ്റെ മക്കളായിരുന്നു. കേക്കും ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് ഇതാണ് 2.5 kgയിലുള്ള കേക്ക്, ടോൾ കേക്കാണ് കേട്ടോ. ടോളായിട്ടുള്ള 2 ടയറാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ആ ഒരു ഹാമ്പറിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഫ്ലവറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് കേക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് 1.5 kgയിലുള്ള ടോൾ കേക്ക്. ഇതും സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ഒരു ടെഡി ബിയർ ഫോണ്ടൻറ്റിലും പിന്നെ അതുപോലെ കുറച്ച് ഫോക്സ് ബോൾസും ആണുള്ളത്. ഫോക്സ് ബോൾസിൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡ്, അതായത് മിലിറ്ററി ഗ്രീൻ വന്നിട്ടുള്ളത് ഫോണ്ടൻ്റാണ്, വൈറ്റ് ഫോക്സ് ബോളും ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതിന് സിമ്പിൾ ഡെക്കറേഷനും പറഞ്ഞു, അതുപോലെ നമ്മൾ ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ചെറിയൊരു കേക്ക് വ്ലോഗാണ്. കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ കൂടിയാണ്. അത് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും മനസ്സിലാവും കുറച്ച് മുന്നത്തതാണെന്നുള്ളത്. അപ്പോൾ വീഡിയോസ് നമുക്ക് ഓരോ തിരക്ക് കാരണം അപ്ലോഡ് ചെയ്യൽ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ ആദ്യത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടർന്ന് ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ. പുതിയ ഡെക്കറേഷൻസും വിശേഷങ്ങളും എല്ലാം അതിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്